ഉപ്പുതറ കണ്ണമ്പടി ടവറിന്റെ തകരാറുടൻ പരിഹരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. നിലവിൽ 5G സംവിധാനമാണ് ടവറിൽ ഒരുക്കിയത്. ഇത് എല്ലാ ഫോണിലും ലഭിക്കാത്തതാണ് തിരിച്ചടിയായത്. 3G ആക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ കണ്ണമ്പടിയിൽ എല്ലാവർക്കും റേഞ്ച് കിട്ടുന്ന സംവിധാനം ഒരുക്കുമെന്നും എം പി പറഞ്ഞു. ഉപ്പുതറ കണ്ണമ്പടി മേമാരി നിവാസികൾ പരിധിക്കുള്ളിലായെങ്കിലും സാധാരണ ഫോൺ പ്രവർത്തിക്കില്ല. BSNL ചൊറിയന്തണ്ടിൽ ഉൾപ്പെടെ 2 ടവറാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ടവർ 5G സംവിധാനത്തിലാണ് പ്രവർത്തിപ്പിച്ചത്. EOSO പദ്ധതിയിലാണ് ടവർ നിർമ്മിച്ചത്. അത്യാധുനിക 5G മൊബൈൽ കണക്ഷനാണ് ഇതിൽ ഒരുക്കിയത്. ഇത് കാരണം സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ റേഞ്ച് ലഭിക്കില്ല. 700 MHz ബാൻഡ് വിഡ്ത്തിലാണ് ടവർ പ്രവർത്തിക്കുന്നത്. 2700 MHz മാറ്റിയെങ്കിൽ മാത്രമേ സാധാരണക്കാർക്ക് നെറ്റ്വർക്ക് ലഭിക്കൂ. ഇതിനാവശ്യമായ മെഷീനറികൾ മാറ്റി സ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചതായി ഡി കുര്യാക്കോസ് എം പി പറഞ്ഞു. 700 MHz ബാൻഡ് വിഡ്ത്തിലാണ് ഇപ്പോൾ ആ ഒരു മെഷീനറി അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് കൂടിയ ക്വാളിറ്റിയുള്ള നെറ്റ്വർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാവരുടെയും ഫോണിൽ അത് കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് റേഞ്ച് ലഭിക്കുന്ന തരത്തിൽ നമുക്ക് നെറ്റ്വർക്ക് സംവിധാനം ലഭിക്കുന്ന തരത്തിലുള്ള 2100 MHz അത് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവികുളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അത്യാധുനിക സംവിധാനമുള്ള ഫോണിൽ മാത്രമാണ് നെറ്റ്വർക്ക് ലഭിക്കുന്നത്. സാധാരണ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ ടവർ വന്നിട്ടും പരിധിക്ക് പുറത്താണ്. എല്ലാവർക്കും നെറ്റ്വർക്ക് ലഭിക്കുന്ന തരത്തിൽ മെഷീനറികൾ മാറ്റി സ്ഥാപിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ദേവികുളം നിയോജക മണ്ഡലത്തെ ടവറുകളിൽ മെഷീനറികൾ മാറ്റി സ്ഥാപിക്കൽ ആരംഭിച്ചു. അധികം കാലതാമസമില്ലാതെ കണ്ണമ്പടിയിലെ ടവറുകളിലും മെഷീനറികൾ മാറ്റി സ്ഥാപിച്ച് എല്ലാവരും പരിധിക്ക് ഉള്ളിലാകുമെന്നും എം പി പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.